ചോദ്യം പലതാണ്. ഉത്തരം പക്ഷേ 70 വർഷത്തെ കേരള ഭരണമെന്ന സ്ഥിരം പല്ലവി മാത്രം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന പേരിൽ BJP ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കേരള ബദലിൻ്റെ ചില ഉത്തരങ്ങൾ ഇങ്ങനെയാണ്. ചോദ്യം 1: എന്തുകൊണ്ട് നമ്മുടെ മക്കൾ കേരളം വിട്ടു പോകുന്നു? ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യവസായങ്ങളും കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ടല്ലേ? ഉത്തരം സിമ്പിളാണ്. BJPയുടെ കാവ്യവൽകൃത വിദ്യാഭ്യാസത്തെ പ്രതിരോധിച്ച് സമഗ്ര പുരോഗതി നേടിയ രാജ്യത്തെ വിദ്യാഭ്യാസ രംഗം കേരളത്തിൻ്റെതാണെന്ന് അധികം ചിന്തിക്കാതെ ആർക്കും പറയാം. സർവകലാശാലകളിൽ മികവിൻ്റെ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചത് കേരളം. 8 സർവകലാശാല കേന്ദ്രങ്ങളെ സെൻറ്റർ ഓഫ് എക്സലൻസ് ആക്കി മാറ്റിയത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. സർവകലാശാലകളിലെ ഗവേഷണങ്ങൾ റീബിൽഡ് കേരളയുമായി ബന്ധിപ്പിച്ച് സമൂഹത്തിന് ഗുണകരമാക്കാൻ പദ്ധതി. പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് പദ്ധതി പ്രകാരം 77 ഗവേഷകർക്ക് 1-ാം വർഷം 50,000 വീതവും 2-ാം വർഷം 1,00,000 രൂപ വീതവും ഫെലോഷിപ്പ്. രാജ്യത്താദ്യമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭ പുരസ്കാരം. 2.5 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള 1000 വിദ്യാർത്ഥികൾക്കാണ് 1,00,000 രൂപ വീതം പുരസ്കാര തുക നൽകിയത്. ലെറ്റ്സ് ഗോ ഡിജിറ്റൽ പദ്ധതിയിലൂടെ പഠനവും പഠനത്തിൻ്റെ വിലയിരുത്തലും ഉൾപ്പെടെ ഡിജിറ്റലായി മാറി. എല്ലാ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളിലും പോളിടെക്നിക്കുകളിലും കണക്ട് കരിയർ ടു ക്യാമ്പസ് പദ്ധതിയിലൂടെ തൊഴിലവസരങ്ങൾ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ എല്ലാ സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥിനികൾക്ക് ആർത്തവാവധിയും പ്രസവാവധിയും അനുവദിച്ച് ചരിത്രം കുറിച്ചതും കേരളം മാത്രമാണ്. രാജ്യത്ത് നിന്ന് ആകെ കുടിയേറിപ്പോയ വിദ്യാർത്ഥികളുടെ എണ്ണം 13.2 ലക്ഷമാണ്. അതിൽ കേരളത്തിൽ നിന്നുള്ളത് 1.5 ലക്ഷം മാത്രം. ഈ കണക്കിനെ താരതമ്യം ചെയ്യാനുള്ള വിവേകമുണ്ടെന്നത് കൂടിയാണ് കേരളത്തെ BJPക്ക് അന്യമാക്കുന്നത്. ഇനി വ്യവസായങ്ങളുടെ കാര്യമാണെങ്കിൽ, കേരളത്തിൽ പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളുടെ എണ്ണം നോക്കുക, അവയുടെ പുരോഗതി നോക്കുക. കേന്ദ്രം പൂട്ടിയ KPPL ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് തുറന്ന് പ്രവർത്തിപ്പിച്ച് ലാഭത്തിലാക്കിയത് ഇടത് സർക്കാരാണ്. 70 വർഷത്തെ ഭരണമെന്ന് വെറുതെ പറയുന്നത് പോലെയല്ല, കണക്കും അനുഭവങ്ങളും ചേർത്ത് തന്നെയാണ് ഇത് വിശദീകരിക്കുന്നത്. ചോദ്യം 2: എന്തുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ശമ്പളവും പെൻഷനവും സമയത്ത് കിട്ടുകയും കേരളത്തിൻ്റേത് വൈകുകയും ചെയ്യുന്നു? 70 വർഷം ഭരിച്ചവർ കേരളത്തെ സാമ്പത്തികമായി തകർത്തെന്ന് BJPയുടെ കണ്ടെത്തൽ. യാഥാർത്ഥ്യമെന്തെന്ന് പരമോന്നത നീതിപീഠം തന്നെ വ്യക്തമാക്കി തന്നിട്ടും നുണ പറയുന്നവർ അത് തുടരുന്നുവെന്ന് മാത്രം. തനത് വരുമാനം താരതമ്യേന കുറവായിട്ടും രാജ്യത്ത് ഏറ്റവും കൂടുതൽ പെൻഷൻ നൽകുന്ന സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൻ്റെ നികുതി വിഹിതമെടുത്ത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് വീതിച്ച് നൽകുമ്പോൾ ഒരു മാന്യതയും പുലർത്താത്തത് കേന്ദ്രവും. 57,000 കോടി രൂപ കേരളത്തിന് അർഹമായ വിഹിതമായിട്ടും തടഞ്ഞത് ഇന്ന് ഈ ചോദ്യം ചോദിക്കുന്നവർ തന്നെയാണ്. നിയമത്തിൻ്റെ വഴിയിൽ പോരാടി കേരളം ഈ പണത്തിലൊരു പങ്ക് നേടിയെടുത്തപ്പോൾ ഒരു ദിവസം പോലും വൈകാതെ അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് ആ പണമെത്തി. 1,600 രൂപ പെൻഷൻ തുകയിൽ കേന്ദ്രത്തിൻ്റെ തുച്ഛമായ വിഹിതം വെച്ചാണ് ഈ പറച്ചിലെങ്കിൽ അതിന്നും ജനത്തിൻ്റെ കയ്യിൽ എത്തിയിട്ടില്ലെന്നതാണ് സത്യം. വർഗീയതയെക്കുറിച്ച് കേരളം എന്തുകൊണ്ട് ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നതാണ് അടുത്ത ചോദ്യം. ആ ചർച്ച നടക്കുന്നതിനാൽ വർഗീയവാദികൾക്ക് ഇവിടെ ഇടമില്ലാതിരിക്കുന്നു എന്നതാണ് ഉത്തരം. മനുഷ്യൻ മനുഷ്യനായി ജീവിക്കുന്ന മതേതര മൂല്യം നഷ്ടമായിട്ടില്ലാത്ത നാടിൻ്റെ പേര് തന്നെയാണ് ഇന്നും കേരളം. മണിപ്പൂരിലേർന്ന വിലാപങ്ങളോടും ഗുജറാത്തിൽ നിന്ന് കേട്ട കൂട്ടക്കരച്ചിലുകളോടും ഐക്യപ്പെടാൻ മനസ്സ് കാണിച്ച നാടാണിത്. മതം നോക്കി പൗരത്വം നിർണ്ണയിക്കാനിറങ്ങിയാൽ ആദ്യ ചോദ്യവും പ്രതിരോധവും ഉയരുന്നത് ഇവിടെ നിന്ന് തന്നെയാകും. പാർലമെന്റിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നിങ്ങൾക്കൊരു MP വേണോ എന്നതാണ് BJPയുടെ അടുത്ത വിചിത്രമായ ചോദ്യം. ഇറങ്ങിപ്പോകില്ലെന്ന് മാത്രമല്ല, ചോദിക്കേണ്ടത് ചോദിച്ചും പറയേണ്ടത് പറഞ്ഞും തന്നെ പോകുമെന്നും മിണ്ടാതിരിക്കാനല്ല അങ്ങോട്ട് പോകുന്നതെന്നും തെളിയിച്ച ലോക്സഭാ MP AM ആരിഫും രാജ്യസഭയിലെ MPമാരും അവരുടെ പ്രകടനവും തന്നെയാണ് അതിനുള്ള ഉത്തരം. കേരളത്തിന് ചിന്തിക്കാൻ BJPയുടെ ചോദ്യങ്ങൾ വേണ്ട. ഒറ്റ വാക്കിലല്ല, പല പേജുകളിലായി ഇതിനെല്ലാം ഉത്തരമെഴുതാൻ കെൽപ്പുള്ള നാടാണിത്.